പിന്നെ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. ഇത് യൂട്യൂബിൻ്റെ ഏണിങ് എത്ര വന്നെന്ന് ഞാൻ ഏകദേശം ഗീവ് അവേ നാളെ എന്താണെങ്കിലും ഇടുന്നതായിരിക്കും, നാളെ ഈ സമയം. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൈറ്റർ വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ ഏണിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഒരു ലൈവ് ഇട്ടായിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ 5 മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഫണ്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ലൈവ് ഇട്ട് എല്ലാവരും ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ ചെയ്തു ഈ യൂട്യൂബിൽ സക്സസ് ആകാന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ വ്യൂസ് ആകാൻ വേണ്ടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നേക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മളെ സഹായിച്ച എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ചെറിയ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ചെറിയ ക്രാഫ്റ്റ് വീഡിയോസ് അന്നൊക്കെ 10-12 ഇത് വ്യൂസ് ഒക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. ആ 12 വ്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ വീട്ടുകാരും പിന്നെ നമ്മുടെ അടുത്തുള്ള കുറച്ച് കൂട്ടുകാരും അത്രയും പേരെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഡെയിലി കൺസിസ്റ്റൻസി ആയിട്ട് ഡെയിലി കുറച്ച് ദിവസം വീഡിയോ ഇട്ടു. ഒരു 10 ദിവസം കൊണ്ട് വീഡിയോ ഇട്ടു. അതിനകത്തൊന്നും വ്യൂസ് ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് മടുത്തു. പിന്നെ നമ്മളങ്ങ് വീഡിയോ ഇടാതായി. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് വരുന്നു. പക്ഷേ ശരിക്കും ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ ഞാൻ ഒരു അത്യാവശ്യം മാസത്തിലൊരു 3-4 വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയതുള്ളൂ. ഇപ്പം ഞാനിപ്പം ഇലക്ട്രിക്കിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് പിന്നെ ചോർ ബസാറിലെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ അങ്ങനത്തെ വീഡിയോക്കൊക്കെയാണ് പിന്നെ ഇവിടെ ക്ലിക്കായിട്ട് വ്യൂസ് കയറാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. ഇത് എന്താ പറയുന്നത്, വലിയ യൂട്യൂബേഴ്സിനൊന്നുമല്ല, ചെറിയ തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മൺഡേ ഇട്ട് അല്ലെങ്കിൽ ഒരാഴ്ച മൺഡേ ഇട്ട് അല്ലെങ്കിൽ ഫ്രൈഡേ ഇട്ടെങ്കിൽ അടുത്ത ആഴ്ച ശരിക്കും ഫ്രൈഡേയും മൺഡേയും തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതും കറക്റ്റ് സമയത്ത് ഒരു 5 മണി തൊട്ട് 5:30 ഇടയ്ക്കാണെങ്കിൽ 5 മണിക്ക് 5:30 ഇടയ്ക്ക് തന്നെ നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ 2 ദിവസം ഒരു മൺഡേ ഇടുന്ന വീഡിയോ 2 ദിവസം ഒരാൾ കണ്ടെന്ന് വെച്ചപ്പോൾ 3-ാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അവർക്ക് നോട്ടിഫിക്കേഷൻ വിടും. അതുകൊണ്ടാണ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് കറക്റ്റ് ടൈമിലും കറക്റ്റ് ഡേയിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. എനിക്ക് മെയിനായിട്ട് ഇല്ലാതെ പോയതാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് ജോലിയുടെ തിരക്ക് കാരണം നമ്മൾ മിക്ക ഞായറാഴ്ച നമ്മൾ വിടുന്നില്ല. ഇപ്പം 2 ഞായറാഴ്ച കൂടുമ്പോൾ ആണ് ഇടുന്നത്. ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുന്നുള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു 2 വീഡിയോ ഇടാം. മിനിമം പറയുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 വീഡിയോ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ദിവസങ്ങളിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക്. നിങ്ങളെ വീഡിയോയിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോയ്ക്കാണ് ആദ്യം ഇടാൻ തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വ്യൂസ് ഒന്നും വരുന്നില്ലായിരുന്നു. കുറച്ച് വ്യൂസൊക്കെ വരുന്നുള്ളായിരുന്നു. പിന്നെ നമ്മളിവിടെ വന്ന് ഇവിടെ ഇലക്ട്രിക്കിൻ്റെയും പിന്നെ എന്താ പറയുന്നത് ഇലക്ട്രോണിക് ഐറ്റംസ്, പിന്നെ ലാപ്ടോപ്പ്, മൊബൈൽ, പിന്നെ ചോർ ബസാർ പോലത്തെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് വ്യൂസ് വരാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ വ്യൂസ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ആ ടോപ്പിക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കുമ്പോൾ ആ കണ്ട ആൾക്കാർ നമ്മൾ വീഡിയോ പിന്നെയും കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ റിലേറ്റഡ് ടോപ്പിക്കിൽ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഫാമിലി വ്ലോഗ് ഇടുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പം നല്ല വ്യൂസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഫാമിലി വ്ലോഗ് തന്നെ ഇടുക. അപ്പോൾ ഫാമിലി വ്ലോഗ് ആയിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് പോകുക. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ട്രാവൽ വീഡിയോ ഇട്ട് പിന്നെ ഫാമിലി വ്ലോഗ് ഇട്ട് പിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും അൺബോക്സിങ് ഇട്ട് അങ്ങനെ പലതും ഇടാൻ നേരത്തുണ്ടല്ലോ നമുക്ക് വ്യൂസ്. ഇപ്പോൾ അൺബോക്സിങ് വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കത്തില്ല ഫാമിലി വ്ലോഗ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നം വരും. അപ്പോൾ നമുക്ക് വ്യൂവേഴ്സ് ഇല്ലാതായി പോകും. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ പർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെ ഇടാൻ ശ്രമിക്കുക. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെഡിങ്ങും തംബ്നെയിലും നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ആദ്യം കാണണമെന്ന് തന്നെ ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ തോന്നണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത്രേ ഉള്ളൂ. ഇപ്പം മെയിനായിട്ട് ഈ തുടങ്ങുന്ന യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഈ 3 കാര്യങ്ങളുള്ളൂ. ഈ 3 കാര്യം നോക്കിയാൽ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമൊന്നും വ്യൂസ് കാണത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ആദ്യമൊന്നും വ്യൂസ് വരത്തില്ല. ചിലപ്പം വ്യൂസ് ആദ്യത്തെ 2 വീഡിയോസ് ചിലപ്പോൾ 1000 വ്യൂസ് വന്നിട്ട് പിന്നെ വ്യൂസ് കുറഞ്ഞു പോകും. അപ്പോഴും നിങ്ങൾ തളരരുത്. പിന്നെയും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റൻസിൽ ഇടാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂസ് കൂടിക്കോളും. അത് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ ഡെയിലി ഓരോ വീഡിയോ ഇടാൻ തുടങ്ങുക. കാരണം നമുക്ക് സബ്സ്ക്രൈബർ നല്ലതായിട്ട് ഷോർട്സിലാണ് കൂടുന്നത്. നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഏകദേശം 4 ലക്ഷം സംതിങ് വന്നു. ഞാനിവിടെ കാണിച്ചു തരാം. അതിനകത്ത് ഒറ്റ വീഡിയോ ഒന്ന് കിട്ടിയ സബ്സ്ക്രൈബേഴ്സാണ് ഇത്രയും വരുന്നത്. മനസ്സിലായില്ല? അതുകൊണ്ട് നിങ്ങൾക്ക് ഷോർട്സ് കണ്ടിന്യൂ ഇടുക. എപ്പോഴാണ് ഷോർട്സ് ക്ലിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഷോർട്സ് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് 1000 വരെ മേളിൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് എന്താണെങ്കിലും കയറും. പിന്നെ വാച്ച് ടൈം കയറണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ലോങ് വീഡിയോ തന്നെ ഇടണം കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മളെ ആദ്യം വീഡിയോ വന്ന സമയത്ത് നമുക്ക് സപ്പോർട്ടിങ് ഒക്കെ ഫാമിലിയിൽ നിന്നും വൈഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു തന്നിരുന്നത്. പിന്നെ എന്തായാലും നമുക്ക് ചുരുക്കം കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാണ് വീഡിയോ ഇടുന്നത്, എന്തിനാണ് പോകുന്നത്, നമുക്ക് വ്യൂസ് ഒക്കെ വരുന്നില്ലല്ലോ. അപ്പം
3-4 വ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഡൽഹി വന്ന് ചോർബസാറിന് 2 വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം വ്യൂസ് ഒക്കെ വന്നു. ചോർബസാറിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോഴേ ഇവിടുന്ന് ഇറങ്ങണം. 5 മണിയാകുമ്പോൾ വിടുമ്പം നമ്മുടെ വൈഫാണല്ലോ ഇതുപോലെ പറയും, നിങ്ങൾ 5 മണിയാകുമ്പോൾ എന്തിനായി പോകുന്നത്, കിടന്ന് ഉറങ്ങിക്കൂടെ, നല്ല തണുപ്പാണ്. ഈ ഡിസംബറിലൊക്കെ നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു 4 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ തണുപ്പ്. ആ തണുപ്പത്തായിരുന്നു നമ്മൾ പോയി വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫീവറും കോൾഡൊക്കെ ആയിട്ട് ഇരിപ്പായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇപ്പം എന്താ പറയുന്നത്, നമ്മുടെ ആദ്യം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ആരുടെയിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടത്തില്ലായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എന്താണെങ്കിലും ആരുടെ അടുത്ത് നിന്നാണ് ഒരു സപ്പോർട്ടും കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ അതിലൊന്നും തളരാതെ നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ട് പോവുക. നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താണെങ്കിലും കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ ആദ്യം ഇട്ട സമയത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇതെന്നൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൽഹി വന്നിട്ട് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ്. അത്യാവശ്യം ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളി ഇപ്പം ഇവിടെ ഡൽഹി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കിപ്പം ഹിന്ദിയൊക്കെ അത്ര പിടുത്തമില്ല. നമ്മളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. ഇതിപ്പോൾ എനിക്കൊരു 2000 സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള സമയത്താണ് കേട്ടോ പറയുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ വാച്ചവർ പോലും കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത സമയം ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം പുള്ളിക്ക് അത്യാവശ്യം നല്ല ഇതൊക്കെ യൂട്യൂബിൽ ഏണിങ്ങൊക്കെ വരുന്ന വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പറഞ്ഞു, പുള്ളിക്ക് ഡൽഹിയൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയൊക്കെ കറക്റ്റ് എല്ലാ സ്ഥലത്തൊക്കെ കറങ്ങി കാണിച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു, നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ എൻ്റെ യൂട്യൂബ് വഴി എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു അതിനിപ്പോൾ എന്താ നമ്മളെ കൊണ്ട് വീഡിയോ ഇൻട്രൊഡക്ഷൻ പോലെ എടുപ്പിച്ചു. എൻ്റെ പേര് സജിൻ എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ഡൽഹിയിലാണ് നിൽക്കുന്നത്, എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, ഇതാ ഹൈടെക് വ്ളോഗ്സ് എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞ് എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തെല്ലാം എടുത്തു. എല്ലാം കഴിഞ്ഞു. നമ്മൾ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിച്ചു, എല്ലാം കഴിഞ്ഞു. പിന്നെ പുള്ളി നാട്ടിലേക്ക് വിടുന്നു. പുള്ളി ട്രെയിൻ കയറി നാട്ടിലേക്ക് എന്നിട്ട് പറഞ്ഞു, നമ്മൾ നാട്ടിൽ ചെന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞു. നാട്ടിൽ ചെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം നമ്മൾ കണ്ടെന്ന് പറയാൻ നമ്മൾ കൊണ്ട് കാണിച്ച സ്ഥലങ്ങൾ ഫുൾ മൊത്തമുണ്ട്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തതും നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞതും അതൊന്നും വീഡിയോയ്ക്കകത്തില്ല. പിന്നെ നമ്മൾ വീഡിയോ മെസ്സേജ് അയക്കാനും പോയില്ല, വിളിക്കാനും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. നമ്മുടെ മുഖം പോലും ശരിക്കും പറഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല എന്ന് പറയാം. ആ സമയത്തൊക്കെ എന്നെ നിർത്തി ഷൂട്ട് ചെയ്യിച്ചിട്ടുള്ളായിരുന്നു എൻ്റെ ഇൻട്രൊഡക്ഷൻ ഫുള്ള്. ഉണ്ടോ ഇങ്ങനെയും പല പല അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ ഏണിങ് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. യൂട്യൂബിൻ്റെ ഏണിങ് എത്ര വന്നെന്ന് ഞാൻ ഏകദേശം നമുക്കിത് പറയാൻ പറ്റത്തില്ല, ഈ ഏണിങ്ങിൻ്റെ കാര്യം എത്ര വന്നെന്ന്. എന്നാൽ ഞാൻ യൂട്യൂബിൻ്റെ ഏണിങ് ഏകദേശമൊക്കെ പറയാം. നമുക്ക് $1 എത്രയാണെന്ന് അറിയാം. ഇപ്പോൾ ഏകദേശം ഒരു 86 ഇന്ത്യൻ റുപ്പീസൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു $0.04 ഒക്കെ ആയിരിക്കും ഒരു 1000 വ്യൂസ് നമുക്ക് കിട്ടുന്നത്. അത് $0.04 എന്ന് പറയുമ്പം ഏകദേശം നമുക്കൊരു $3 അടുത്ത് വരുന്നത്. പിന്നെ വീഡിയോസ് ആണെങ്കിൽ ലോങ് വീഡിയോസ് ആണെങ്കിൽ $0.3 നമുക്ക് കിട്ടും. $0.3 കിട്ടും. അത് ഏകദേശം ഒരു $27 അടുത്ത് വരും 1000 വ്യൂസിന്. അപ്പോൾ ഏകദേശം മനസ്സിലായില്ല, നമുക്കൊരു 5000 മുതൽ ഒരു 10000 വരെ വ്യൂസാണ് വീഡിയോയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഇതായിട്ട്, അതായത് ആവറേജ് ആയിട്ട് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമോ എത്ര രൂപ കയറി. നമുക്ക് ആ യൂട്യൂബിൻ്റെ ഇൻകം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് എത്ര ഇൻകം വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും അടിപൊളി വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ മറക്കല്ല്, നാളെ നമ്മളെ സബ്സ്ക്രൈബർ അല്ല, യൂട്യൂബിൻ്റെ ഇൻകം വന്നതിൻ്റെ അനുസരിച്ചുള്ള ഗീവ് അവേ നാളെ എന്താണെങ്കിലും ഇടുന്നതായിരിക്കും. നാളെ ഈ സമയമാകുമ്പോൾ എന്താണെങ്കിലും ഞാൻ ഗീവ് അവേയുടെ വീഡിയോ ഇടും. അല്ലെങ്കിൽ ഇടാൻ പറ്റുവാണെങ്കിൽ രാവിലെ തന്നെ ഇടാൻ നോക്കാം. ഗീവ് അവേയുടെ വീഡിയോ ഇടും. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വ്യൂസൊക്കെ അത്യാവശ്യം കുറവുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടാൻ വേണ്ടി ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു 8500 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നമ്മൾ 10000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഞാനൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു സാധനം. പല ആൾക്കാർ നമ്മുടെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് ഇത് കിട്ടുമെന്ന്. ആ സാധനം നിങ്ങൾക്ക് ഞാൻ ഗീവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഗീവ് അവേയുടെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നാളെ പറയാം കേട്ടോ. അപ്പം നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ഗുഡ് ബൈ.